നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. നമുക്ക് കിഷ്കിന്ധയിലേക്ക് പോകാം. അന്ന് അതിവേഗത്തിൽ പോയി സഹോദരദ്രോഹിയായ ബാലിയെ സംശയം കൂടാതെ പോരിന് വിളിക്കൂ. വാനര ചക്രവർത്തി ബാലി അധിവസിക്കുന്ന അരമനയുടെ അടുത്തേക്ക് കിഷ്കിന്ധാഗിരിയിലേക്ക് അവരെല്ലാം എത്തി. ഗഹനമായ വനത്തിൽ മറഞ്ഞു നിന്നു. അഗ്രജനോട് നേരിടുവാൻ സുഗ്രീവൻ ഒരുങ്ങി. വസ്ത്രമൊന്നു മുറുക്കി ആകാശം ഭേദിക്കത്തക്ക വിധം അലറി. ആ ശബ്ദം കേട്ട് കോപിഷ്ഠനായ ബാലി അസ്താദ്രിയിൽ നിന്ന് ഉയരുന്ന അർക്കനെ പോലെ പുറത്തേക്ക് വന്നു. കോപാന്തരായ സഹോദരന്മാർ ഏറ്റുമുട്ടി. കുജബുധ ഗ്രഹങ്ങളെന്ന പോലെ ബാലി സുഗ്രീവന്മാരുടെ പോര് സുഘോരമായി. കലി ബാധിച്ച ആ സഹജന്മാർ ഇടുത്തി പോലെയുള്ള അടികൾ, വജ്രതുല്യമായ ഇടികൾ എന്നിവ പരസ്പരം പൊഴിച്ചു തുടങ്ങി. അശ്വിനി ദേവകളെ പോലെ തുല്യരൂപമുള്ള ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയുവാൻ ഏതൊരാൾക്കും സാധിച്ചില്ല. സുഗ്രീവൻ എന്ന് വിചാരിക്കുന്നത് ബാലിയാകുമോ? ബാലിയുടെ നേരിട്ട് അയക്കുന്ന അസ്ത്രം സുഗ്രീവനിൽ പതിക്കുമോ? രഘുവീരന്മാർ പോലും ആകെ കുഴങ്ങി. അമ്പെടുക്കാൻ തുനിഞ്ഞില്ല. ബാലിയുടെ അടിയും ഇടിയും കൊണ്ട് സുഗ്രീവൻ വശം കെട്ടു. നാഥനായ ശ്രീരാമനെ ദീനദീനമായി ചുറ്റും നോക്കി കാണുന്നില്ല. ജീവരക്ഷയ്ക്ക് ഋഷ്യമൂകാചലത്തിലേക്ക് ഓടിക്കേറി. രക്തം വാർന്ന് തളർന്ന് അടികൊണ്ട് അസ്ഥികൾ ഞെരിഞ്ഞ് ഓടുന്ന അനുജന്റെ ഒപ്പം ബാലിയുമുണ്ട്. പക്ഷെ പർവ്വതസാനുവിൽ എത്തിയപ്പോൾ തൽക്കാലം നീ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു. ഹനുമാന്റെ ഒപ്പം അനുജൻ ഒന്നിച്ച കാകുത്സൻ സുഗ്രീവൻ രക്ഷ പ്രാപിച്ച മഹാരണ്യത്തിലെത്തി. ശ്രീരാമ ലക്ഷ്മണന്മാരെ കണ്ട സുഗ്രീവൻ ലജ്ജ കൊണ്ട് തല താഴ്ത്തി ദയനീയമായി പറഞ്ഞു, പ്രഭോ, ബാലിയെ യുദ്ധത്തിന് വിളിക്കുക എന്ന് അവിടുന്ന് ആജ്ഞാപിച്ചു. എന്നിട്ട് ശത്രുവിനെ കൊണ്ട് എന്നെ നിഗ്രഹിപ്പിക്കുകയാണോ? ബാലിയെ ഞാൻ വധിക്കുന്നതല്ല എന്ന് അപ്പോൾ തന്നെ അവിടുന്ന് അരുളി ചെയ്തിരുന്നുവെങ്കിൽ ഈ മഹാസാഹസത്തിന് ഒരിക്കലും ഞാൻ പുറപ്പെടുകയില്ലായിരുന്നു. എന്താണിങ്ങനെ ചെയ്യുവാൻ കാരണം? മഹാത്മാവായ സുഗ്രീവന്റെ ദയനീയമായ വാക്കുകൾ കേട്ട ശ്രീരാമചന്ദ്രൻ കാരുണ്യത്തോടെ പ്രത്യുത്തരം പറഞ്ഞു, സുഗ്രീവ, സുഹൃത് സത്തമ, ദ്വേഷം കളയൂ. ഉണ്ണി ഞാൻ ബാണമയക്കാതിരിപ്പാനുള്ള കാരണം കേൾക്കൂ. അങ്ങും അഗ്രജനും വലിപ്പത്തിൽ, വേഷത്തിൽ, രൂപത്തിൽ, ആഭരണത്തിൽ, നടത്തത്തിൽ എല്ലാം ഒരുപോലെ, നോട്ടം ഒരുമാതിരി, പരാക്രമം, ഓജസ് എന്നിവയും തുല്യം. ഒരു വ്യത്യാസവും എത്ര ശ്രദ്ധിച്ചിട്ടും ഞാൻ കണ്ടില്ല. രൂപസാമീപ്യം കൊണ്ട് നിങ്ങളെ തിരിച്ചറിയുവാൻ ഒരു വഴിയുമില്ലാതെ വന്നു. അതിക്രൂരനായ അഗ്രജനാണെന്ന് വിശ്വസിച്ച് അയക്കുന്ന നിശിത ബാണം അങ്ങയിൽ കൊണ്ടാൽ നമ്മൾ രണ്ടുപേർക്കും നാശമാണ് ഫലം. എൻ്റെ മൗഢ്യവും ബുദ്ധിഹീനതയും ലോകപ്രസിദ്ധമാകും. അഭയമേകിയവനെ വധിക്കുക അക്ഷന്തിവ്യമായ പ്രതിവിധിയില്ലാത്ത മഹാപാപമാണ് എന്ന് കേട്ടിട്ടുണ്ട്. ലക്ഷ്മണനും ഞാനും മാത്രമല്ല, സത്വംശജാതയായ ജാനകിയും ഈ ഘോരവിപിനത്തിൽ അങ്ങേക്ക് അധീനരാണ്. സുഹൃത്വര്യനായ സുഗ്രീവ, വീണ്ടും യുദ്ധത്തിനൊരുങ്ങൂ. അടർ തുടങ്ങിയാൽ അമ്പുകേറിയ ബാലിയെ ഭൂമിയിൽ കിടന്ന് പിടയുന്നത് അങ്ങേക്ക് കാണാം. എന്നാൽ ഒരു കാര്യം, അങ്ങേക്ക് എന്തെങ്കിലും അടയാളം വേണം. ദ്വന്ദ്വയുദ്ധത്തിൽ നിങ്ങളെ വേർതിരിച്ചറിയുവാൻ മറ്റു വഴിയൊന്നുമില്ല. ലക്ഷ്മണ, വികസിച്ചു നിൽക്കുന്ന ലക്ഷണമൊത്ത ഗജപുഷ്പം ഇതാ. ഇതുകൊണ്ടൊരു മാല തൊടുത്ത് സുഗ്രീവന്റെ കണ്ടത്തിൽ അണിയിക്കൂ. പർവ്വത പാർശ്വത്തിൽ പൂത്തു നിൽക്കുന്ന ഈ സുമനോഹര പുഷ്പങ്ങളാൽ സൗമിത്രി മാലയൊന്നുണ്ടാക്കി സുഗ്രീവന്റെ കഴുത്തിൽ അർപ്പിച്ചു. വെള്ളിൽ പക്ഷികളാൽ തിളങ്ങുന്ന സന്ധ്യാമേഘം പോലെ കപീശ്വരൻ ലക്ഷ്മണാർപ്പിതമായ മാല്യത്താൽ പ്രശോഭിച്ചു. ശ്രീരാമചന്ദ്രന്റെ വാക്കുകളെ പരിപൂർണമായി വിശ്വസിച്ച് വീണ്ടും എല്ലാവരും കൂടി കിഷ്കിന്ധയിലേക്ക് സാനന്ദം നടന്നു. കുലച്ച കോദണ്ഡം, ആദിത്യ സദൃശങ്ങളും സ്വർണ്ണപ്പിടിയുമുള്ളതുമായ അതുല്യശരങ്ങൾ ഇവയെടുത്ത് ധർമാത്മാവായ ലക്ഷ്മണാഗ്രജൻ ബാലിപാലിതമായ കിഷ്കിന്ധയിലേക്ക് സുഗ്രീവനോടൊന്നിച്ച് വീണ്ടും എഴുന്നള്ളി. നിബിഡഗ്രീവനായ സുഗ്രീവനും അമിതബലശാലിയായ ലക്ഷ്മണനും മുൻപിൽ, പിന്നാലെ മഹാവീരനായ വായുസുതൻ, കവിമുഖ്യരായ നളൻ, നീലൻ, സർവവാനര സൈന്യാധിപനും മഹാതേജസ്വിയുമായ താരൻ. ഇങ്ങനെയാണ് യാത്രയായത്. പുഷ്പഭാരത്താൽ ചാന്ന ശാഖകളോടുകൂടിയ മരങ്ങൾ, നിർമ്മലജല പ്രവാഹികളായ നദികൾ, ഗുഹകൾ, കന്ധരങ്ങൾ, കൽപ്പിളർപ്പുകൾ എന്നിവ കൊണ്ട് അഴകെഴുന്ന ശിഖരങ്ങൾ, ഇങ്ങനെ പ്രകൃതിരമണീയ രംഗങ്ങളെ മാർഗമധ്യത്തിൽ അവർ കണ്ടു. വൈഡൂര്യരത്ന ശോഭയാർന്ന് വിലസുന്ന വികസിച്ച താമരപ്പൂക്കൾ നിറഞ്ഞ പരിശുദ്ധ തടാകങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാം. കുളക്കോഴി, അരയന്നം, ചക്രവാകം തുടങ്ങിയ പക്ഷികൾ സദസ്സിന് മാറ്റുകൂട്ടുന്നു. പട്ടുപോലെ മൃദുലങ്ങളായ പച്ചപ്പുല്ലുകൾ തിന്ന് സ്വച്ഛന്തം വിഹരിക്കുന്ന മാൻകൂട്ടങ്ങൾ. മേയുന്നതും നിൽക്കുന്നതും ആനന്ദപ്രദമായിരുന്നു. കൂറ്റന്മാരായ ആനകളിൽ ചിലത് തടാകത്തിൽ ഇറങ്ങി കലക്കി ക്രീഡിക്കുന്നു. മദം പൊട്ടിയ ചില ആനകൾ ഗിരിശൃംഗങ്ങളെ കുത്തിപ്പൊളിച്ച്
കൊച്ചുമലകൾ പോലെ നടക്കുന്നു. വിചിത്ര വേഷധാരികളായ കാടന്മാർ, ഗഗനചാരികളായ പക്ഷികൾ എന്നിവയെയും കണ്ടുകണ്ട് സുഗ്രീവ പാർശ്വവർത്തികളായ മഹാവീരന്മാർ ജാഗ്രതയിൽ നടന്നു. കിഷ്കിന്ധയിലേക്ക് അതിവേഗത്തിൽ പോകുന്ന വഴിയിൽ മാമലകൾ ഇടതൂർന്നൊരു വനം കണ്ട ശ്രീരാമൻ ചോദിച്ചു: സുഹൃത്സത്തമനായ സുഗ്രീവ, മേഘമാലകൾ ആകാശത്തിൽ കൂടി നിൽക്കുന്നത് പോലെ വാഴകൾ ഇടതൂർന്നു നിൽക്കുന്ന ഈ രമണീയ വനം ഏതാണ്? വിശദമായി വർത്തമാനം അറിയുവാൻ അത്യാഗ്രഹം തോന്നുന്നു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.